വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുള്ളത് ഊട്ടിയിലാണ്. ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് വെച്ചാൽ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, പക്ഷെ നല്ല പൊള്ളി ലൊക്കേഷനിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മളുള്ളത് ഊട്ടിയിലാണ് കേട്ടോ. ഊട്ടിയിൽ ലൗഡയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് ബാൽക്കോല എന്ന് പറഞ്ഞ പേരാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കോട്ടേജുകളാണ്. അപ്പോൾ കോട്ടേജുകൾ എടുക്കുന്നുള്ളൂ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ താമസിക്കാൻ വീടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നല്ല പൊള്ളി ലൊക്കേഷനാണെന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ. ഇവിടെ കാണാനൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റിനുമുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പം കുറേ മലനിരകളും കുറേ ചായത്തോട്ടങ്ങളും ഒക്കെ ആണെങ്കിലും നല്ല ഗ്രീനറി, നല്ല പൊല്യൂഷൻ ഒന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ. ഇവിടെ ക്ലൈമറ്റും നല്ല രസമുണ്ട്, നല്ല സുഖമുള്ള ക്ലൈമറ്റ്, നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. കാറ്റിൻ്റെ കൊണ്ടാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീട്ടിൻ്റെ മുമ്പിലുള്ള പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഈ പൂക്കളും പിന്നെ മഞ്ഞ ജമന്തി പൂക്കളും കുഞ്ഞു കുഞ്ഞു ജമന്തി, നല്ല സ്മെല്ലുള്ള ജമന്തി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, കുറേ കോട്ടേജുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇനി റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് മോഹൻലാലിന് കോട്ടേജ് ഉള്ളത്. കോട്ടേജ് പറഞ്ഞാൽ വീടാണ്, വലിയ വീട്. അപ്പോൾ അത് റെൻറ്റിന് കൊടുക്കുന്ന വീടാണ് കേട്ടോ. മോഹൻലാലിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ നടത്തുന്നൊക്കെയാണ് ആ റിങ്ങൊക്കെ കണ്ട്. പിന്നെ ഇവിടെ നമ്മളെ കോട്ടേജിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റും ആണ് കേട്ടോ. ക്ലൈമറ്റല്ല, നല്ല സീനറിയാണ്. പിന്നെ അത് നമ്മളെ വീടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുമ്പിലുള്ള കാഴ്ച ഉണ്ടത്. നമ്മൾ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മളെ മേപ്പാടിയാണ് കേട്ടോ ഓർമ്മ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മലേൻ്റെ താഴെ കുറേ വീടുകൾ, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്നുള്ള രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ ചുറ്റിനും ഈ തേയിലത്തോട്ടവും കൃഷിയൊക്കെയാണ് അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കൃഷി ചെയ്യുന്നവരുടെയൊക്കെ വീടുകളായിരിക്കും, അവിടെ പണിയെടുക്കുന്നവരുടെ വീടുകളായിരിക്കും എന്നാണ് കേട്ടോ. കുറേ വീടുകളുണ്ടെങ്കിൽ എന്താ പറയുക, കൂണൊക്കെ മുളച്ച് പൊന്തിയതുപോലെ നിറച്ചും കളർഫുള്ളായിട്ടുള്ള വീടുകൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, കുറേ മലകളാണ് അതിൻ്റെ മുകളിലൊക്കെ, അവിടെ നിന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി പോലെ കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. വഴിയിൽ നല്ല എന്താ പറയുക, സീനറികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പണ്ട് നോട്ട് ബുക്കിൻ്റെ പുറംചട്ടയിലൊക്കെ കണ്ടിരുന്ന പോലത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോഴും പറയും, നോട്ട് ബുക്കിൻ്റെ പുറത്തൊക്കെയുള്ള അതേ ആ സീനറിയാണല്ലോ ഇവിടെ ഉള്ളത് എന്ന് കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴിക്കുള്ളതാണ് ഈ ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അധികം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ പുറകിലായിട്ടുള്ള സ്ഥലത്തൊക്കെ കുറേ ഈ റൈറ്റ് സൈഡിൽ തേയിലത്തോട്ടാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ക്യാരറ്റും കാര്യങ്ങളും കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. കുറേ ഇതുണ്ടോ, ഞാനെപ്പോഴും പറയും ഇത് നോട്ട് ബുക്കിൻ്റെ ചട്ടയിലുള്ള ആ സ്ഥലമാണല്ലോ. നല്ല വലിയൊരു മലയൊക്കെയാണ് മുന്നിൽ തന്നെ. നല്ല സീനറിയാണ് കേട്ടോ കാണാൻ എന്തായാലും. പിന്നെ അപ്പോൾ ഈ കൃഷിയൊക്കെ ഉള്ള ആൾക്കാരുടെ വീടുകളാണ് ഇവിടെ അധികം ഉള്ളത്. പിന്നെ ഇവിടെ ലൗഡയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ട്, ഒരു ഇൻ്റർനാഷണൽ സ്കൂളും ഉണ്ട്. അപ്പോൾ സ്കൂളിലെ തൊഴിലാളികളൊക്കെ ഇവിടെയാണ്, അതായത് ജോലി ചെയ്യുന്ന കുറേ ആയമാരും കാര്യങ്ങളൊക്കെ ഒരുപാട് പണിക്കാരുണ്ട്. അവരൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ണ് ഇളക്കിയിട്ടിരിക്കുന്നത് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ക്യാരറ്റ്, അങ്ങനെ കുറേ ഉള്ളി, അങ്ങനത്തെ കൃഷിയൊക്കെയാണ് ഇവിടെ കേട്ടോ. കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ കാണുന്നില്ല. അപ്പോൾ അവർ ഈ നനയ്ക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇതായി നിൽക്കുന്നത്. അപ്പോൾ ഈ ബോർഡ്, ഇപ്പം മുന്നിൽ വരുന്ന ബോർഡ് കാണുന്നതാണ് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു സൈൻ ബോർഡ്. അതായത് ഊട്ടിയിൽ നിന്ന് നേരെ വന്നിട്ട് 10 കിലോമീറ്റർ ഇങ്ങോട്ട് റൈറ്റിന് പോയാലാണ് നമുക്കുള്ള വഴി വരിക, നമ്മളെ വീട്ടിലേക്കുള്ള വഴി വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടി ടൗണിലേക്ക് എത്തിയില്ല, അവിടെ കുറച്ച് പകുതി വരെ പോയിട്ട് പിന്നെ നമ്മൾ തിരിക്കാനുണ്ടായത്. അപ്പം മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഊട്ടി ടൗണിലേക്ക് പോകാൻ ഇനിയും കുറച്ചും കൂടെ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല, കുറച്ച് ഇവിടം വരെ മുന്നോട്ട് വരെ വന്നിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കൂടുതൽ അപ്പാർട്ട്മെൻറ്റുകളും പിന്നെ റിസോർട്ടുകളും ഹോട്ടൽ റൂമുകളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ആ കവലയിലേക്ക് തന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചിക്കൻ നോക്കിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതാണ് ചിക്കൻ ഷോപ്പ്. അപ്പോൾ ഈ ചിക്കൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ പോലെ അങ്ങനെ നീറ്റൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചിക്കനൊന്നും വാങ്ങാൻ പറ്റിയില്ല, വാങ്ങിയില്ല നമ്മൾ. അപ്പോൾ നമ്മൾ ആ വശത്തേക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടു കേട്ടോ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇങ്ങനെ
സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചേച്ചിമാർ ഇങ്ങനെ ഇല തേയിലേൻ്റെ ഇല നുള്ളിയിട്ട് വരുന്ന അങ്ങനത്തെ തൊഴിലാളികളാണ്. അപ്പോൾ അവർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എന്നോടിങ്ങനെ ചോദിച്ചിട്ടോ കേരളത്തിൽ നിന്നാണോ മലയാളിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സംസാരിച്ചിട്ട് വരികയാണ്. അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ തേയിലത്തോട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ബാങ്കൊക്കെ ഉണ്ട്, കടകളൊക്കെ ഉണ്ട്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഉണ്ടോ. കാനറ ബാങ്കാണിത്. ഇതൊരു ചിക്കൻ ഷോപ്പാണ് തോന്നുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മേഘങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഉണ്ട് കേട്ടോ. പോരാത്തതിന് നല്ല തണുപ്പ്, കുറച്ച് ഇരുട്ടും വീഴല്ല, അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഈ ഷാള് എന്താ പറയുക പുതച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത്ര തണുപ്പുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഷാളൊക്കെ ഇങ്ങനെ പുതച്ചിട്ട് മൂക്ക് പൊത്തിരിക്കണം, കാരണം അവിടെ ചിക്കൻ്റെ സ്മെല്ലാണ് കേട്ടോ, ചിക്കൻ ഷോപ്പിൻ്റെ സ്മെല്ല്. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാനിങ്ങനെ മൂക്ക് പൊത്തിയിട്ട് വരികയാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ തണുപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പൊതുവേ തണുപ്പ് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പം ഈ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായി നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്ത് ഭംഗിയാന്ന് പറഞ്ഞാൽ അത് വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ശരിക്കൊരു നല്ലൊരു ലൊക്കേഷനിൽ എത്തിപ്പെട്ട ഫീലായിരുന്നു കേട്ടോ. അവിടെ പ്രത്യേകിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഊട്ടിയിൽ വരികയാണെങ്കിൽ ഈ ലൗഡേൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നിങ്ങൾ എന്തായാലും വരണം കേട്ടോ. കാരണം അവിടെ അത്ര നല്ല സീനറിയാണ് കാണാൻ. പിന്നെ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ, ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് തണുപ്പിനെയൊക്കെ ഒന്ന് പ്രതിരോധിച്ച് നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ രാത്രി അവിടെ ഊട്ടിയിൽ നമ്മൾ ചെന്നാൽ എപ്പോഴും ഉള്ളതാണ് ക്യാമ്പ് ഫയറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ്